ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി കോടതിയിൽ ഇന്ന് ഹാജരാക്കും. ഉച്ചയോടെയായിരിക്കും കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കുക. ഡി ബിനോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനോയ്, കോടതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? 11 മണിയോടുകൂടി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിൽ എത്തിച്ചേരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പ്രത്യേകിച്ചും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വിരൽ ചൂണ്ടെന്ന് വലിയ ഗൂഢാലോചനയിലേക്കും ഒപ്പം ഉദ്യോഗസ്ഥരുടെ ചില ഇടപെടലുകളിലേക്കുമാണ്. ഇടപെടലുകൾ എന്ന് പറയുമ്പോഴേക്കും വ്യക്തമായി പറയാൻ കഴിയും 2019 അതിനുശേഷം നടന്നിട്ടുള്ള ഗൂഢാലോചനകളിലുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക്, അവിടുത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക്, ഇവയൊക്കെ തന്നെ വിശദമാക്കുന്ന തരത്തിലുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ ഒരു വിവരങ്ങളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ തുടരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് 1-ാം പ്രതി. 9 പേരെയാണ് 2 കേസുകളിലും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ കേസിൽ, അതായത് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ശ്രീകോവിലെ കട്ടളപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടുന്ന സംഘം. അതിലാണ് ദേവസ്വം ബോർഡിനെ കൂടി ഉൾപ്പെടുത്തി കേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ റാന്നി കോടതിയിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അന്വേഷണ സംഘം എത്തിച്ചേരും. ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആളുകൾ, അതായത് അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവർ തൽക്കാലം ജാമ്യാപേക്ഷയ്ക്ക് മുതിരുന്നില്ല. കേസുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലെ ഗൂഢാലോചന നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം കിട്ടത്തില്ല എന്ന് ഏകദേശം ഉറപ്പാണ് അവരുടെ അഭിഭാഷകന്. അതുകൊണ്ട് തന്നെയാണ് തൽക്കാലം ഈ കേസ് കോടതിയിൽ നടക്കട്ടെ എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഉള്ള ഇതനുസരിച്ച് വഞ്ചന, ഒപ്പം തന്നെ മോഷണം, ഗൂഢാലോചന, ഈ 3 വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ നിന്നും ഒരു കാര്യം വ്യക്തമായത്, ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായത്, നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ സ്വർണ്ണപ്പാളി വിവാദത്തിൽ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട വാതിൽ അല്ലെങ്കിൽ കട്ടിളപ്പാളി കുംഭകോണത്തിലും വലിയ തരത്തിലെ പങ്ക് ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മാത്രവുമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് ഉള്ള സ്മാർട്ട് ക്രിയേഷൻസ്, ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. സ്മാർട്ട് ക്രിയേഷൻസിനെ കൂടി ഒരു പക്ഷേ ഇനി നിലവിൽ സാക്ഷ്യപ്പട്ടികയിൽ ഉൾപ്പെടുത്തും. നിലവിൽ അവരെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയാണ് ചെയ്തത് അതിലെ ഉദ്യോഗസ്ഥരെ. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ അവരെയും സാക്ഷ്യപ്പട്ടികയിൽ ഉൾപ്പെടുത്തും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു മൊഴിയാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് ഇതിനകത്ത് വ്യക്തമായിരിക്കുന്നു. വലിയ തരത്തിലുള്ള സ്വർണ്ണ കൊള്ള തന്നെയാണ് നടന്നിരിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. കാരണം സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം പൂശിയതിനു ശേഷം നൽകിയ 400 ഗ്രാമിലധികം സ്വർണം തിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് നൽകുകയോ ശബരിമലയിൽ ഏൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ കിട്ടിയ സ്വർണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കുവെച്ചെടുത്തു എന്നുള്ളതാണ് നിലവിലെ സംശയം. എന്തായാലും വലിയ തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങും. എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതൊക്കെ പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി 2:30 മണിക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിന് തൊട്ടു പിന്നാലെ വൈദ്യപരിശോധന നടന്നിരുന്നു. അതിനുശേഷം ആണ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ശബരിമലയാണ്. ശബരിമല ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ റാന്നി കോടതിയുടെ പരിധിയിൽ വരുന്നത് കൊണ്ടാണ് റാന്നി കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അന്വേഷണ റിപ്പോർട്ട് നൽകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ കോടതിയിലേക്ക് അന്വേഷണ സംഘം സമീപിക്കുക. ഇന്ന് തന്നെ കസ്റ്റഡിയിൽ കിട്ടണമെന്ന ആവശ്യം ഉന്നയിക്കും. ഒരു പക്ഷേ ഇന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം നിലവിൽ ഈ അന്വേഷണത്തിന്റെ സമയപരിധി വളരെ ചുരുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനുള്ള ആവശ്യം കൂടി ഉള്ളതുകൊണ്ടാണ് ഈ ഇന്ന് തന്നെ
കിട്ടാനുള്ള സാധ്യത, ഒപ്പം മറ്റു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്കുമുള്ള ചോദ്യം ചെയ്യൽ ഇന്നോ നാളെയൊക്കെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സംഘം 3-4 വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം വേഗത്തിലാക്കും. എന്നാൽ അന്വേഷണത്തിന്റെ പുരോഗതിയോ അന്വേഷണം സംബന്ധിച്ച വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തുവിടരുതെന്ന് ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിനോയ്, അന്വേഷണം ഉന്നതരിലേക്കും നീങ്ങാനുള്ള ഒരു സാധ്യത നിലവിലുണ്ടോ? ഉൾപ്പെടെയുള്ളവർ 2019 സ്വർണ്ണ കട്ടള വിവാദവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം അന്ന് ചെമ്പുപാളികൾ എന്നാണ് എൻ വാസു രേഖപ്പെടുത്തി ദേവസ്വം ബോർഡിനെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സ്വർണം പൂശുന്നതിന് അന്നത്തെ ദേവസ്വം ബോർഡ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ അനുമതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉണ്ണികൃഷ്ണൻ പോറ്റി 2008 ഈശാന്തിയുടെ ഒരു സാധാരണ ജോലിക്കാരനായി ശബരിമല സന്നിധാനത്ത് എത്തിയതാണ്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില ബന്ധങ്ങളും ഏർപ്പാടുകളും. ഈ പ്രായോജകരെ കണ്ടെത്തുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ആവശ്യമായ സഹായങ്ങൾക്ക് വേണ്ടി ആളുകളെ കണ്ടെത്തുന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു നീക്കവും ഗൂഢാലോചനയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കേവലം ഒരു ചെറിയ ശാന്തിക്കാരനായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമീപകാലത്തുണ്ടായ സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെയുള്ളതും, ഒപ്പം ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെയുള്ളവ അന്വേഷിക്കാൻ ED ഉൾപ്പെടെ തയ്യാറെടുക്കുന്ന സമയത്ത് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ നിലപാടുകൾ, അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അവർക്ക് ഈ കുംഭകോണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, ഗൂഢാലോചനയുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കും. കൃത്യമായി ഒരു കാര്യം വ്യക്തമാണ്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായുള്ള ഗൂഢാലോചന ഇല്ലാതെ ഇത്രയും വലിയ സ്വർണം തട്ടിപ്പ് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള നടക്കാൻ സാധ്യതയില്ല. ബിനോയ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ സ്വർണം കൈമാറിയത് കൽപേഷിനാണെന്ന് നേരത്തെ ഇത് വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇപ്പോൾ അന്വേഷണ സംഘം കൽപേഷിനെ കൂടി ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ടോ? കൽപേഷ് എന്ന് പറയുന്ന ആള് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻ തമ്മിലുള്ള ഒരു ഇടനിലക്കാരനായിരുന്നു. ഈ കൽപേഷ് വഴിയാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വർണം പൂശുന്നതിന് വേണ്ടി എത്തിക്കുന്നത്. അതിനുശേഷം വിവരങ്ങളിൽ വലിയ തരത്തിലുള്ള സൗഹൃദവും ബന്ധവും പുലർത്തിയിരുന്നു. അന്ന് കൽപേഷ് ാണ് ഈ ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്മാർട്ട് ക്രിയേഷൻസ് തിരിച്ചേൽപ്പിച്ചതാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കൽപേഷിനെ ഇതിന്റെ പങ്കുകൂടി അന്വേഷിച്ചതിന് ശേഷം ഒന്നുകിൽ മാപ്പുസാക്ഷിയാക്കാനോ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനോ ഉള്ള ഒരു നീക്കമുണ്ട്. നിലവിൽ കൽപേഷിനെ പട്ടികയിലൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല, സ്മാർട്ട് ക്രിയേഷൻസിനെയും ഉൾപ്പെടുത്തിയിട്ടില്ല. സ്മാർട്ട് ക്രിയേഷൻസ് ഇപ്പോൾ സാക്ഷി പട്ടികയിൽ മാത്രമാണ് ഉള്ളത്. ഒപ്പം ഇന്ന് റിമാൻഡ് റിപ്പോർട്ട് കൂടി ലഭ്യമാകുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളും കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ലഭ്യമാവുകയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടികൾ വിരൽ ചൂണ്ടത് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്കാണ്. ഒപ്പം കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ കുടുങ്ങും എന്നുള്ളത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ശരി, ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക സംഘം റാന്നിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഉച്ചയോടെ റാന്നി കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കും. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇനി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. ആരൊക്കെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായി, ആരൊക്കെ ഈ ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ പങ്കാളികളാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പോലീസ് രേഖപ്പെടുത്തിയ FIR അടക്കം പുറത്തു വരേണ്ടതുണ്ട്. അതിൽ ആരെയൊക്കെ പ്രതി ചേർക്കുമെന്നുള്ള സാധ്യത ഉണ്ട്, ആരൊക്കെ പ്രതിസ്ഥാനത്തേക്ക് എത്തും എന്ന കാര്യത്തിൽ അടക്കം വരും മണിക്കൂറുകളിൽ വ്യക്തത വരിക തന്നെ ചെയ്യും. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.